കൊല്ലം ജില്ലയിൽ മയ്യനാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഒരു മിണ്ടാപ്രാണിയോടുള്ള അതിക്രൂരത. കുറച്ച് നല്ല മനുഷ്യർ ഭക്ഷണം നൽകി വന്നിരുന്ന അമ്മനായയും 8 മക്കളും അവിടുത്തെ പച്ചക്കറി ഹോൾസെയിൽ ഷോപ്പായ IAS വെജിറ്റബിൾസിലെ ജോലിക്കാർ തല്ലി മരണത്തിന്റെ വക്കിലെത്തിച്ചു. ഈ അമ്മപ്പട്ടിയുടെ കുഞ്ഞുങ്ങളെ കുറച്ച് നികൃഷ്ട ജന്മങ്ങൾ ആ അമ്മപ്പട്ടിയുടെ മുമ്പിലിട്ട് തല്ലിക്കൊല്ലുകയും ആ അമ്മപ്പട്ടിയെ എറിഞ്ഞോടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ അമ്മപ്പട്ടി കുറച്ചുപേരെ കടിച്ചപ്പോൾ അതിനെ പേയുണ്ടെന്ന് ആരോപിച്ചാണ് ഈ കൊടും ക്രൂരത. അതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ സോണിയുടെയും വെറ്റിനറി ഡോക്ടർ ജിനിയുടെയും നിർദ്ദേശപ്രകാരം ഡോഗ് ക്യാച്ചർ ലിബിൻ നായയെ സംഭവ സ്ഥലത്തു നിന്നും കൊണ്ടുപോകുമ്പോൾ അതിന് കുറച്ച് ജീവനുണ്ടായിരുന്നു എന്നാണ് ലിബിൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ അമ്മനായ അപ്രത്യക്ഷമായിരിക്കുന്നു. നാട്ടുകാർ ആ അമ്മനായയെ കുറിച്ച് തിരക്കിയപ്പോൾ അത് പോകും വഴി മരണപ്പെട്ടുവെന്നും മെമ്പറുടെ വീട്ടിൽ കുഴിച്ചിട്ടു എന്നുമാണ് ലിബിന്റെ മറുപടി. ഈ പട്ടിക്ക് പേ ഇല്ലായിരുന്നു. 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൊത്തം. അത് ഈ 5 എണ്ണത്തിനെയും അടിച്ചു കൊന്നത് ആളുകൾ, ഇവിടുത്തെ ജനങ്ങൾ. ഇതുങ്ങളെ പേ അതിന് ശേഷം ഈ തള്ളപ്പട്ടി വയലൻ്റായി ജനങ്ങളെ കടിക്കു തുടങ്ങി. ഈ ചാപ്പാട് കൊടുക്കുന്നവരെ ആരെയും അത് ദ്രോഹിക്കാൻ വരുന്നില്ല. അല്ലാത്ത ആൾക്കാരെ വഴി ചെന്നിട്ട് എടുത്തിട്ട് കടിക്കുക. ഈ കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്ന അത് കണ്ട് അത് വന്ന് അതിൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 5 എണ്ണത്തിനെ അടിച്ചു കൊന്നത്. അത് ഒന്നിനെ വണ്ടി ഇടിച്ച് മരിച്ച് ബാക്കി 4 എണ്ണത്തിനെ അടിച്ചു കൊന്നത്. ഇനി 3 എണ്ണം അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെയും സ്ഥിതി വലിയ ഇതാണ്. അതായത് ഏത് നിമിഷവും അതിനെയും കൊല്ലും അവർ. ഈ പട്ടി ഇതിനകത്താണ് പ്രസവിച്ച് ഒരു 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പാല് കുടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളതിന് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു പട്ടീനെ പുറത്ത് മൂന്നാളിയുടെ മോനാണെന്നോ ആരോ എന്തോ കാറ് അതിൻ്റെ അടിയിൽ കിടന്ന് കാറ് കയറ്റി അത് ചത്ത്. അതിൻ്റെ പിറ്റേന്ന് വേറെ ഒന്നിനെ വണ്ടി ഇടിച്ച് അത് ചത്ത്. പിന്നെ ഇവിടെ ഓരോരുത്തർ വണ്ടി കയറ്റി ഇടിച്ച് കൊല്ലൊക്കെ കണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പട്ടി 2-3 എണ്ണം ചത്തപ്പോഴത്തേക്ക് ഇത് വയലൻ്റായി. അങ്ങനെ അത് അവിടെ കിടന്ന് കുരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. അപ്പം വയലൻ്റായി ഓടി വഴിക്ക് ഒരു സ്ത്രീയെ കടിച്ചായിരുന്നു. പിന്നെ വേറെ 2 പേരെ കടിച്ചായിരുന്നു. അപ്പോൾ കടിച്ചതിന് പേയാന്നും പറഞ്ഞു ഇവിടെ എല്ലാവരും അതിനെ പ്രശ്നമായപ്പോൾ ചന്തയിലെ 2-3 പേര് ഇതിലാണെങ്കിൽ നിങ്ങളെ കൂടല്ലേ വന്ന് കിടന്നിരുന്ന അവിടെ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തൂടെ ഈ പട്ടി പോവുകയും വരികയും ചെയ്യുന്നതും. ഞങ്ങൾ ജോലി ചെയ്യുന്ന ആ ഭാഗത്താണ് ഈ പട്ടി കിടക്കുന്നത് എടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തൂടെയാണ് ഈ പട്ടി പോകുന്നതും വരുന്നതും. അപ്പോൾ ചന്തയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ 2-3 പേര് ഈ പട്ടീൻ്റെ മോന്തയ്ക്കും അവിടെ അടിച്ച് കണ്ണൊക്കെ നീരുമായി, മോന്തയും നീരായി. ആശാന് വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇവിടെ എല്ലാവരും പറഞ്ഞു അത് പേ പിടിച്ചെന്നും പറഞ്ഞാണ് അവിടെ അറിയിപ്പിച്ച് പട്ടിയെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ നിരീക്ഷണത്തിൽ ഇരുത്തിയെങ്കിൽ ഇതിന് പേ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തുള്ളൂ എന്നും പറഞ്ഞാണ് ഇവിടുന്ന് വലയിട്ട് പിടിച്ചുകൊണ്ട് പോയത്. അത് ഇപ്പം അതിനെ കൊന്നെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഈ അമ്മനായെ തല്ലി അവശനാക്കിയവരും ഇതിന് കൂട്ടുനിന്ന മെമ്പറും ഡോക്ടറും ഡോഗ് ക്യാച്ചർ ലിബിനും ഒന്നോർക്കുക. ഈ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും. ആ ശബ്ദം നിങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തും.